ഹലോ ഗൈസ്, എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. നിങ്ങളോട് ഒരു കാര്യം ഞാൻ ഇത് മുൻ വീഡിയോകളിലൊന്നും പറയാത്തൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇത് മാക്സിമം ഗ്രൂപ്പുകളിലേക്കും നിങ്ങളറിയുന്ന മെമ്പേഴ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് മാക്സിമം നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക. ഞാൻ പിന്നെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കിതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയട്ടെ. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ വീടിട്ട് ഒരുപാട് കാലമായി. അതിൻ്റെ ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 5 മത്സരം വിജയിച്ചു. അങ്ങനെ മികച്ച ഒരു മൊമെൻറ്റത്തിൽ പോവുകയാണ്. അതിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു. അപ്പം നല്ല മൊമെൻറ്റത്തിൽ പോവുകയാണ്. പക്ഷേ നമ്മളിപ്പോഴും ഞാൻ ആ കാര്യത്തിന് പ്ലെയേഴ്സിനും വെസ്റ്റ്വുഡ് എന്ന് പറഞ്ഞ കോച്ചിനും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ വെരി വെൽ. വെസ്റ്റ്വുഡ് ഈസ് സോ ഗുഡ്, അങ്ങനെ തന്നെ പറയാം. പക്ഷേ അതൊരിക്കലും നമ്മുടെ മാനേജ്മെൻറ്റിനുള്ള ഒരു പ്രോഫിറ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ഇത്രയും പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ത് കിട്ടി, പ്രൊട്ടസ്റ്റിനെയും ബഹിഷ്കരണത്തിനെയും ഒക്കെ കുറ്റം പറയുന്ന ഓരോ BFCയുടെ ഫാൻസ്. അവർക്ക് ഇതിൽ എന്ത് കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ വഴിയേ പറയാം എന്താ സംഭവം എന്ന്. നമ്മളിപ്പോൾ ബഹിഷ്കരണത്തിനൊക്കെ കുറ്റം പറയുന്ന കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയെങ്കിലും ഇവരെത്തിച്ചത്, അല്ലെങ്കിൽ 2 നല്ല പ്ലേയേഴ്സും അതുപോലെ തന്നെ ഈ കോച്ചിനെയും കൊണ്ടുവന്നത് നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക, എന്ത് ചെയ്തുകൊണ്ടാണ്, ഈ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടാണ്, ഈ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ അടുത്ത്. നമ്മളിപ്പം ഇത്രയും കുറഞ്ഞ കാലത്തിനുള്ളിൽ നമുക്ക് ഇത്രയും ടീമിനെ മാറ്റിയെടുക്കാൻ പറ്റി. ഇനിയും ബഹിഷ്കരണം നമുക്ക് കൊണ്ടുപോയി നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ നമുക്കറിയാം മന്ദർ തമാനയൊക്കെ വരുന്നുണ്ടെന്ന്, ആ കൊണാൻഡർ ചാറ്റർജിയെ ഒഴിവാക്കി. നല്ല കാര്യം. പിന്നെ ഞാനൊരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലൊരു പ്ലെയർ ഫാളോയിൻ്റെയും അതുപോലെ തന്നെ ബെനാലിഫ് ഫ്രാൻസും ഒക്കെയാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, വേറൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, ഇവരെയൊക്കെ അടുത്ത കൊല്ലം നിലനിർത്തുമോ എന്നും കൂടി നമുക്കറിയണം. അത് ഇനിയിപ്പോൾ ടീമിൻ്റെ പ്ലാന് പോലെ ഇരിക്കും. മാനേജ്മെൻറ്റ് സത്യത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇതിൻ്റെ ഇടയിൽ അവർ വിൽക്കാനുള്ള ശ്രമം കാണിക്കാൻ ചാൻസ് കുറവാണ്. അവന്മാർ പേടിച്ച് പോയിട്ടുണ്ടാവും. എന്തായാലും അവന്മാർ ഈ വിൽക്കണ പരിപാടി നിർത്താനായിരിക്കും അവന്മാരുടെ തീരുമാനം. നന്നാവട്ടെ, ഇത്രേ പറയുള്ളൂ. അതിലുള്ള ഏറ്റവും വലിയ തെണ്ടിയാണ് ഈ മോനായിട്ടുള്ള ഈ ആബിക് പുണ്ടച്ചി മോൻ. ഈ പുണ്ടച്ചി മോനെടുത്ത് ക്ലിക്ക് ഔട്ട് ചെയ്യേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞ്. കാരണം ഇവൻ്റെ കുടുംബ സ്വത്തൊക്കെ ഇവിടെ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് മോൻ. അവനെ മൈരൻ തന്നെ വിളിക്കണം. ഈ മൈരനാണ് അവൻ്റെ കുടുംബത്തിലുള്ള എണ്ണത്തിനും കൂടി ടീമിൽ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ആവരാതിമാൻ. ഇവനെടുത്ത് ആദ്യം കളയണം. ഇവനെ എടുത്ത് കളയണം. വേണ്ടി വന്ന സ്പോർട്ടിംഗ് ഡയറക്ടറിനെയും എടുത്ത് കളയണം. അയാൾക്ക് ഇവിടെ ഒരു തേങ്ങയും ചുക്കും ചെയ്യാറില്ല. അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ പറ്റിയിട്ട് തേങ്ങയല്ല. ഞാൻ പറയട്ടെ, ഇതിനെല്ലാത്തിനെയും മാറ്റിയിട്ട് ഈ അഭിക് ചാറ്റർജീനെ മാറ്റിയിട്ട് എല്ലാവരും, ഞാൻ പറയട്ടെ, മന്ദർ തമാനെ കൊണ്ടുവരണം. മന്ദർ തമാനെ പറ്റി ചില റൂമറുകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് സത്യമാവുമെന്നൊന്നും എനിക്കറിയില്ല. ഈ കൊണാൻഡർ ചാറ്റർജി വേണ്ട. അഭിക് ചാറ്റർജി ഔട്ട്. അതെനിക്ക് പറയാനുള്ളൂ. മിസ്റ്റർ അഭിക് ചാറ്റർജി, താങ്കൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കുക ഗൈസ്, നമ്മളിപ്പോൾ 4-5 മത്സരം ജയിച്ചപ്പോഴത്തേക്കും കുറേ എണ്ണം വന്നിട്ട് ടീം അടിപൊളി, മാനേജ്മെൻറ്റ് ഉഷാറായി, മാനേജ്മെൻറ്റ് തേങ്ങ ഒന്ന് ഓടാളിക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇത്രയെങ്കിലും കൊണ്ടെത്തിച്ചത് ഈ പ്രൊട്ടസ്റ്റ് കാരണം. നമ്മുടെ ടീമിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ? ഗൈസ്, നിങ്ങൾ പറ. 8ാം സ്ഥാനം. നമുക്ക് ഒരു കാരണവശാലും ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം അടിക്കാൻ ഈ സീസൺ കഴിയില്ല. നമ്മളെന്തായാലും കൂടിപ്പോയ 6ാം സ്ഥാനം കിട്ടാൻ ചാൻസ് കുറവാണ്. 5ാം സ്ഥാനം, 4ാം സ്ഥാനം, ഒരു 9ാം സ്ഥാനം അല്ലെങ്കിൽ 8ാം സ്ഥാനം അവിടെ നിൽക്കുള്ളൂ. അതിന് മുകളിലേക്ക് കയറാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ ഇടയിൽ ഒന്ന് പരാജയപ്പെടാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എല്ലാം പോട്ടെ, ഈ സീസൺ നമുക്കിനി നോക്കണ്ട. ഈ സീസൺ എങ്ങനെ കളിക്കുന്ന ആകെ 2 മത്സരമുള്ളത്, കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബും നമ്മളൊക്കെ അപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ലോങ് ടേം, സോറി ഗൈസ്, ജസ്റ്റ് ഒന്ന് ഗാലറി ബാക്കായി പോയതാണ്. അപ്പം പറയട്ടെ, ഈ നമ്മൾ ക്ലബ്ബും ഫാൻസൊക്കെ അപ്പോഴും ഉണ്ട് ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് വേണ്ടത് ഒരു ലോങ് ടേം പ്ലാനാണ്. ഇവർ ഈ ലോങ് ടേം പ്ലാനൊന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് വേണ്ടത്, നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് പറഞ്ഞുതരാം. വളരെ കൃത്യമായിട്ട് നമ്മളിവിടെ പ്രൊട്ടസ്റ്റ് എന്തിനാന്ന് പറഞ്ഞുതരാം. നമ്മൾ 4-5 മത്സരം ജയിക്കാനല്ല നമ്മളിവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചറും, അതുമാത്രമല്ല
ഒരു നമ്മളീ ഫാൻസ് എന്ന രീതിയിൽ നമുക്ക് ടീമിന് സക്സസ് ആയി കാണാം, നമ്മുടെ ടീം ഏഷ്യൻ ലെവലിൽ കളിക്കണം, നമ്മുടെ ടീം ചാമ്പ്യൻഷിപ്പ് നേടണം, നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. കാരണം ഇത് നമ്മളെ ക്ലബ്ബാണ്. അതിലേതൊരു ഊമ്പിയ ചാറ്റർജി വന്നിട്ട് നിങ്ങൾ ട്രോഫി ഒബ്സസ് ചെയ്തത് അവൻ്റെ തള്ളനെ ഒബ്സസ് ചെയ്യാൻ പറഞ്ഞ മൈരൻ്റെ അടുത്ത് അല്ല. പിന്നെ അവനെ അടുത്ത് ആദ്യം കളയണോ? അവനാണ് ഈ ട്രോഫി ഒബ്സസ് ചെയ്യേണ്ടതെന്ന് പറയാൻ അവൻ്റെ മറ്റോടത്ത് പോയി പറഞ്ഞാൽ മതി. അവരുടെ കുടുംബ സ്വത്തും കൊണ്ട് ഇവിടെ വന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നശിപ്പിക്കാൻ ഇവനെ പിടിച്ച് ആദ്യം പുറത്തിടണം. ഈ കൊണാൻഡർ കുണ്ടൻ ചാറ്റർജിയെ പിടിച്ച് പുറത്തിട്ടണം. അല്ല പിന്നെ എനിക്ക് ഇവനെ അത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഞാൻ പറയാം, ഇദ്ദേഹത്തെ മാറ്റി നമുക്ക് വളരെ മികച്ച ഒരു CEO ആക്കാൻ പറ്റിയൊരു ആളാണ് ഈ മന്ദർ തമാൻ. അദ്ദേഹത്തെ കൊണ്ടുവരണം. ഞങ്ങൾക്കൊരു, ഞാൻ പറയട്ടെ, നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ വേണം, നമുക്കൊരു പ്രോമിസിങ് ടീം വേണം, ഒരു കോർ ടീം നിലനിർത്തണം, നല്ല ഇന്ത്യൻ സ്ക്വാഡ് വേണം, ഫോറിൻ സ്ക്വാഡ് വേണം, ട്രോഫീസ് വേണം, സക്സസ് വേണം, ടൈറ്റിൽ റണ്ണ് വേണം. ഒരു സീസൺ കപ്പടിച്ചിട്ട് മറ്റേ സീസൺ അണ്ടർ ഫ്ലോപ്പ് ആവുന്നതല്ല. ടീം അഴിച്ചുപണി പാടില്ല. എവിടെയാണോ വീക്ക് പോയിൻ്റ് അവിടെ മാത്രം നിങ്ങൾ അഴിച്ചുപണിയുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാ സീസണും മാറ്റി സോഡയും ചിപ്സ് വർക്കല്ല വേണ്ടത്. പുന്നാര മക്കൾ, ഈ മന്ദർത്തമാനെ കണ്ട് നിങ്ങൾ പഠിക്കണം ഗൈസ്. ഇദ്ദേഹത്തെയാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ ഇങ്ങനത്തെ കുടുംബവാഴകളൊന്നും കൊണ്ടുവരരുത് പ്ലീസ് ഗൈസ്. എൻ്റെ ഫ്രസ്ട്രേഷൻ അറിയണേ പറഞ്ഞതാണ്. ഇതിന് വല്ല റിപ്പോർട്ടും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മമാർ തെറിയൊക്കെ വിളിച്ചത്. സോറി ഗൈസ്.